ബാറ്ററി വണ്ടി ആദ്യമായിട്ടാണല്ലോ ഇന്ത്യയിൽ തന്നെ ഇത് രണ്ടാമത്തെ സ്റ്റേറ്റിനാണ് ഇത് കിട്ടിയിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഇതൊരു ടൂറിസം പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ ഒരു കാഴ്ചയ്ക്ക് നമ്മൾ ഉപയോഗിക്കാം. പഴവങ്ങാടി കൂടെ പോകുമ്പോൾ ഒരു തേങ്ങ കിടപ്പുണ്ട്. അത് 2.5 തേങ്ങ എടുത്ത് ഞാനങ്ങ് അടിച്ചേച്ച് എന്നെ രക്ഷിച്ചോണേ ദൈവമേ എന്ന് പറയുന്നത് അങ്ങനല്ല. നമ്മൾ കാണിക്കേണ്ടുന്ന പൈസ നമ്മുടെ പോക്കറ്റിൽ നിന്ന് വിചാരിക്കണം. വന്ദേ ഭാരതിൽ ടിക്കറ്റ് നിരക്ക് കുറച്ചിട്ടാണ് ആൾ കയറുന്നത്. നല്ല സൗകര്യം കൊടുത്താൽ മലയാളിക്ക് അതൊരു പ്രശ്നമല്ല. കേരളത്തിൽ ആദ്യം എയർ കണ്ടീഷൻ വോൾവോ ബസ് വാങ്ങിച്ച് ഓടിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം 2002-ൽ. അവർ നല്ല അടിച്ചുപൊളി ജീവിതം ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ദാരിദ്ര്യവാസം പറയണ്ട. നമ്മൾ ഓരോ ടെറൈനാണ്, ഓരോ ഭൂപ്രദേശത്തിൻ്റെ ഘടന അനുസരിച്ചാണ് അത് ഉപയോഗിക്കുന്നത്. വളരെ ട്രാഫിക് കുറഞ്ഞതും. അപ്പം യൂറോപ്യൻ രാജ്യങ്ങളിൽ പല സ്ഥലത്തും വളരെ ട്രാഫിക് കുറവാണ്, വളരെ വിജനമായ സ്ഥലങ്ങളാണ്. കേരളം ആസ് ഒരു സിറ്റിയാണ്. നമ്മൾ ആളുകളെ കയറ്റുക എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും ഡ്രൈവർ ചവിട്ടി നിർത്തി ഗിയർ മാറി പോകാൻ പറ്റുന്നു. ഒരു ബസ്സിൽ എത്ര പേര് കയറി? ഇപ്പോൾ ഇവിടെ നിന്ന് 100 പേര് എന്നൊരു ബസ്സുമായിട്ട് എറണാകുളത്തേക്ക് പോകണം, ബാറ്ററി ബസ്സുമായിട്ട്. ഒരു 15 പേര് കൊല്ലത്തുനിന്ന് കൂടുതൽ കയറിയാൽ നമുക്ക് ചേർത്തല ചെല്ലുമ്പോൾ സംഗതി അവസാനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത് ചരിത്രമാണ്, ഞാൻ ചുമ്മാ കുറ്റം പറയുന്നതല്ല. ഇത് ചരിത്രമാണ്, നടന്ന സംഭവമല്ലേ പറയുന്നത്. ഞാൻ മുൻകാലങ്ങളിൽ നടന്ന സംഭവമാണ് പറഞ്ഞത്. ചേർത്തല ചെല്ലുമ്പോൾ വണ്ടി നിൽക്കും. കാരണം 15 നല്ല തടിയുള്ള ആൾക്കാർ, എന്നെ പോലെ തടിയുള്ള ആൾക്കാർ, നമ്മളൊക്കെ പോലുള്ള ആൾക്കാർ കയറിയാൽ അവിടെ നിൽക്കും. വെയിറ്റ് കൂടെയല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കേരളത്തിൽ ഡീസൽ വെഹിക്കിൾ പൂർണ്ണമായി ഒഴിവാക്കി എല്ലാം ഇലക്ട്രിക്കിലേക്ക് പോകാൻ ഇന്ത്യ സന്നദ്ധമായിട്ടില്ല. ഇന്ത്യ പോലും സന്നദ്ധമായിട്ടില്ല. ഡബിൾ ഡക്കർ ഇതിനു മുമ്പ് ഓടിച്ചിട്ടുണ്ട്, പഴയ വണ്ടി, ഡീസൽ വലിയ വണ്ടി. അത് 2001-ൽ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ബാറ്ററി വണ്ടി ആദ്യമായിട്ടാണല്ലോ ഇന്ത്യയിൽ തന്നെ ഇത് രണ്ടാമത്തെ സ്റ്റേറ്റിനാണ് ഇത് കിട്ടിയിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഇതൊരു ടൂറിസം പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ ഒരു കാഴ്ചയ്ക്ക് നമ്മൾ ഉപയോഗിക്കാം. ഇത് നമുക്ക് തിരുവനന്തപുരത്തിന് വേണ്ടി വന്ന വണ്ടിയാണ്. ഇനി എറണാകുളത്തേക്ക് വണ്ടി വരികയാണെങ്കിൽ നമ്മളത് നോക്കാം. ഇവിടെയുള്ള വണ്ടി സ്പീക്കർ മണ്ഡലത്തിലേക്ക് തലശ്ശേരിയിൽ ഒരു ടൂറിസം പാക്കേജ് തുടങ്ങാൻ വേണ്ടി ഇവിടെ അയക്കും. ഡീസലിൻ്റെ വണ്ടി അങ്ങോട്ട് അയക്കും. തലശ്ശേരിക്ക് വിടാനാണ് ഉദ്ദേശിക്കുന്നത്. സ്പീക്കർ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ഈ ഒരു ടൂറിസം മേഖലയാണല്ലോ തലശ്ശേരി, മാഹി എന്നൊക്കെ പറയുന്ന തീരദേശ. അപ്പോൾ അവിടത്തേക്ക് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ കൊണ്ടുപോവുകയാണ്. വിജയിക്കുകയാണെങ്കിൽ അവിടെ വിജയകരമായി കൊണ്ടുപോകും. അതിനും ഇതുപോലെ തന്നെ ടൂറിസത്തിന് വേറെ ടിക്കറ്റ് ഫെയർ ആയിരിക്കും, നമ്മുടെ ഫെയർ ആയിരിക്കും. ഇത് നഗരവികസന വകുപ്പുമായിട്ട് കൂടെ ഒന്ന് ആലോചിച്ചിട്ട് അവരുടെ മിനിസ്റ്റേഴ്സിനെയും കൂടെ സൗകര്യം നോക്കി മുഖ്യമന്ത്രി ഡേറ്റ് കിട്ടുമെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് ഞാൻ ഉൾക്കാണ്. വേറെ ഒരു 10-20 വണ്ടിയും കൂടെ വന്നിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു പാക്കേജായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. റേറ്റൊക്കെ ഇതിൻ്റെ റേറ്റ് തീരുമാനിച്ചില്ല. അത് ടൂറിസം പർപ്പസിനാണ് ഡബിൾ ഡക്കർ. മറ്റ് വണ്ടികൾ 10 രൂപ ഇന്നലെ ഞാൻ പറഞ്ഞില്ല, 10 രൂപ പരിപാടിയില്ല. അല്ല, അത് മിനിസ്റ്റേഴ്സിൻ്റെ കൂടെ ഡേറ്റ് മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിന് സൗകര്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ടൂറിസം മിനിസ്റ്ററേയും MP രാജേഷ് മിനിസ്റ്ററെയൊക്കെ പങ്കെടുപ്പിക്കണമെന്ന് ആഗ്രഹിക്കുക. ഇവരെല്ലാം കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചെയ്യണമെന്നാണ്. മേയറും ഇല്ല, അതൊന്നും പറഞ്ഞുണ്ടാക്കണ്ട. അവരെ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ 10 രൂപ കൊടുത്തേ. നമുക്കിത് നിലനിൽക്കണ്ടേ, എന്ന് ഓടണ്ടേ, അത് ആലോചിച്ചാൽ മതി. നമ്മൾ ദീർഘവീക്ഷണത്തോടെ പോകണം. ഞാൻ പറഞ്ഞല്ലോ, പഴവങ്ങാടി കൂടെ പോകുമ്പോൾ ഒരു തേങ്ങ കിടപ്പുണ്ട്. അത് 2.5 തേങ്ങ എടുത്ത് ഞാനങ്ങ് അടിച്ചേച്ച് എന്നെ രക്ഷിച്ചോണേ ദൈവമേ എന്ന് പറയുന്നത് അങ്ങനല്ല. നമ്മൾ കാണിക്കേണ്ടുന്ന പൈസ നമ്മുടെ പോക്കറ്റിൽ നിന്ന് വിചാരിക്കണം. ആർക്കും ഒരു ഛേദവുമില്ലാത്ത പണികൾ മന്ത്രിമാരാരും ചെയ്യാൻ പാടില്ല. ഞാൻ ചെയ്യത്തില്ല. വേറെ ആരും ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയണം, ഞാൻ ചെയ്യത്തില്ല. ഞാൻ സർക്കാരിൻ്റെ ഒരു പൈസ പോകുന്നൊരു കാര്യം ഞാൻ ചെയ്യില്ല എന്നെനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ അങ്ങനെയാണ് എൻ്റെ രാഷ്ട്രീയം അങ്ങനെയാണ് ചിലവാക്കി. അല്ല, അന്ന് വന്നപ്പം ആൾ കയറാൻ വേണ്ടി ഈ ചെയ്തതാണെന്നാണ് MD പറയുന്നത്. പക്ഷേ അത് നമ്മൾ കണക്ക് നോക്കും. കാരണം ഞാൻ KSRTC യൂണിയൻ നേതാക്കളുമായി ഇന്നലെ നടത്തിയ ചർച്ചയിൽ അവർക്ക് കൊടുത്തേക്കുന്ന ഉറപ്പ്, കൃത്യമായ കണക്കുകൾ അവർക്കും അറിയാം. ഊഹക്കണക്കാണ്, അത് പറ്റൂല. കൃത്യമായ കണക്കുകൾ ഇനി മുതൽ അങ്ങോട്ട് അവരെയെങ്കിലും ബോധ്യപ്പെടുത്തണ്ടേ, ജനങ്ങളെയും ബോധ്യപ്പെടുത്തണ്ടേ. നമ്മൾ ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊന്നുമില്ല. വന്ദേ ഭാരതിൽ ടിക്കറ്റ് നിരക്ക് കുറച്ചിട്ടാണ് ആൾ കയറുന്നത്. നല്ല സൗകര്യം കൊടുത്താൽ മലയാളിക്ക് അതൊരു പ്രശ്നമല്ല. കേരളത്തിൽ ആദ്യം എയർ കണ്ടീഷൻ വോൾവോ ബസ് വാങ്ങിച്ച് ഓടിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം 2002-ൽ. വൻ വിജയമായിരുന്നു അത്. അതിനുശേഷമാണ് തമിഴ്നാടും ആന്ധ്രയെല്ലാം അത് കർണാടകയൊക്കെ വാങ്ങിക്കാൻ തുടങ്ങി. നമ്മളെല്ലാം പരിഷ്കാരത്തിലും മലയാളിയെ സംബന്ധിച്ച് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കരുത്. അവർ നല്ല അടിച്ചുപൊളി ജീവിതം ആഗ്രഹിക്കുന്നവരാണ്. നല്ല ഫുഡിന് വില കൂടുതലാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറി കഴിയുകയും നമ്മൾക്ക് ഇവിടെയുള്ള പല സ്ഥാപനങ്ങളുമുണ്ട്. പിസ്സ കൊടുക്കുന്ന സാധനങ്ങളുണ്ട്, ചിക്കൻ കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളൊക്കെ നല്ല തിരക്കാണ്. പക്ഷേ ചോദിച്ചാൽ മിനിമം ഒന്ന് കയറിയാൽ 500 രൂപ കുറഞ്ഞ് 1000 രൂപ കുറഞ്ഞ് ഇറങ്ങാനൊക്കില്ല 2 പേര് കയറിയാൽ. പക്ഷേ ആളിന് കുറവുണ്ടോ, അവിടെ ക്യൂ നിൽക്കുകയാണ് ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ദാരിദ്ര്യവാസം പറയണ്ട.